ധ്യാനപീഠചിന്തകൾ. ധ്യാനപീഠചിന്തകൾ, എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഏവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം. ഈ പുതിയ മാസത്തിൻ്റെ ആരംഭ ഞായറാഴ്ചയിൽ ദൈവസന്നിധി നമുക്കായിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മേവരെയും സഹായിച്ചതോർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 3 വേഴ്സ് 13. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കുലപാതകനായവനെ വിട്ടുതരണം എന്ന് ചോദിച്ചു, ജീവനായകനെ കൊന്നു കളഞ്ഞു. വളരെ പരിചിതമായിരിക്കുന്ന ഒരു സംഭവമാണ് ഈ 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ അവിടേക്ക് കൊണ്ടുവരികയുണ്ടായി. ആളുകൾ അവനെ അവിടെ കൊണ്ടുവന്ന് ഭിക്ഷ യാചിക്കുവാനായിട്ടിരുന്നു. അങ്ങനെ യോഹന്നാനും പത്രോസും കടന്നു ചെല്ലുന്നത് കണ്ടപ്പോൾ എന്തെങ്കിലും കിട്ടും എന്ന് കരുതി അവരോട് മുമ്പാകെ കൈനീട്ടിയപ്പോൾ, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് നസറേനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്നുള്ള ശക്തമേറിയ വാക്കിന്റെ മുമ്പാകെ ആ മനുഷ്യൻ നരിയാണി ഉറച്ച് നടക്കുന്നവനായി നടന്നും തുള്ളിയും ദൈവത്തെ സ്തുതിപ്പാൻ ഇടയായിട്ട് തീർന്നു. അങ്ങനെ പിന്നെ ഈ മനുഷ്യൻ യോഹന്നാനോടും പത്രോസിനോടും ചേർന്ന് നിൽക്കുന്ന കാഴ്ച അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ കണ്ടപ്പോൾ അവർ വിസ്മയം പൂണ്ട് ഓടി ഇവരുടെ അടുക്കിലേക്ക് ഇവരെന്തോ ശക്തന്മാരാണ് എന്നുള്ള ചിന്തയിൽ വന്ന് നിൽക്കുമ്പോൾ ആ വന്നിരിക്കുന്ന ജനത്തെ നോക്കിയിട്ട് പത്രോസ് പറയുന്ന വാക്കുകളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന വാക്കിൽ വളരെ വ്യക്തമായിട്ട് ഈ മനുഷ്യന് സൗഖ്യം ലഭിക്കുവാനായിട്ടുള്ള കാരണം ഞങ്ങളുടെ ഏതെങ്കിലും മാനുഷികമായ ശക്തിയല്ല, മറിച്ച് ഒരു നാമമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അതേ തുടർന്ന് പറയുന്ന ചില വാക്കുകൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ഇവർക്ക് മനസ്സിലാകത്തക്ക നിലയിൽ ബോധ്യമാക്കി കൊടുക്കുകയാണ്. ഈ മനുഷ്യന് സൗഖ്യം ലഭിക്കുവാൻ കാരണമായിട്ട് തീർന്നത് ഒരു നാമത്തിന്റെ ശക്തിയാലാണ്. ആ നാമത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ചിന്താഗതികൾ എങ്ങനെയായിരുന്നു, നിങ്ങൾ ആ നാമത്തോടുള്ള ബന്ധത്തിൽ എപ്രകാരമാണ് ഇടപെട്ടത്, ആ നാമത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്നുള്ളതാണ് നാം വായിച്ച 13-14 വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. നാം വായിക്കുന്ന 13-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു, അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. അപ്പോൾ അവരാണ് ഏൽപ്പിച്ചു കൊടുത്തത്. അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച്, പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങൾ അവനെ തള്ളിപ്പറയുവാൻ ഇടയായിട്ട് തീർന്നു. നാം ഏവരും അറിയുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പാകെ വേദന സഹിച്ച് അടികളും ആക്ഷേപങ്ങളും ഏറ്റ് ഇവനെ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള പീലാത്തോസിന്റെ ചോദ്യത്തിന് മുമ്പാകെ ഒന്നടങ്കം അവർ പറയുന്ന വാക്ക് ഇങ്ങനെയായിരുന്നു, അവനെ ക്രൂശിക്കാം. അവനെ വിധിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ആളുകളാണിവർ. ആ ആളുകൾ തന്നെ അവനെ ഇതാ ഒരുപോലെ തള്ളിപ്പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് ആ വ്യക്തി ആരാണ് എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കുകയാണ് അടുത്ത ഭാഗത്ത്, പരിശുദ്ധനും നീതിമാനും ആയവനെ. അപ്പോൾ പത്രോസ് വളരെ ചാരുതാർത്ഥ്യത്തോടെ പറയുകയാണ്, അവിടുന്ന് ആരായിരുന്നു? പരിശുദ്ധനും നീതിമാനും ആയവനാണ്. പരിശുദ്ധൻ എന്ന് പറയുന്ന പദം ദൈവത്തിന് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ആ പരിശുദ്ധൻ എന്നുള്ള പദമാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധനും നീതിമാനും ആയവനെയാണ് നിങ്ങൾ തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ഇവരോട് പത്രോസ് പറയുന്ന വാക്ക് എത്ര കൃത്യതയോടെയാണ് എന്ന് നാം മനസ്സിലാക്കണം. വീണ്ടും നാം അവർ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് വായിക്കുന്നു, കുലപാതകനായവനെ വിട്ടുതരണം എന്ന് ചോദിച്ചു, ജീവനായകനെ കൊന്നുകളഞ്ഞു. ബറബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുക, ബറബാസിനെ ഞങ്ങൾക്ക് തരിക, അവനെ ക്രൂശിക്കുക. ഇതായിരുന്നല്ലോ യഹൂദ പരീക്ഷകൾ ഉറക്കെ വിളിച്ചു പറയുവാൻ ഇടയായിട്ട് തീർന്നത്. പത്രോസ് യാതൊരു മടിയും കൂടാതെ നിങ്ങൾ തള്ളിപ്പറഞ്ഞ, നിങ്ങൾ ക്രൂശിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ഈ കർത്താവിനെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ട് പറയുക, ഈ കർത്താവാണ് നിങ്ങൾ ആരെയാണോ അങ്ങനെ ചെയ്തത് ആ വ്യക്തിയുടെ നാമത്തിന്റെ ശക്തിയാണ് ഈ മുടന്തനായ മനുഷ്യരെ സൗഖ്യം പ്രാപിപ്പിച്ചത്.
മരിപ്പാൻ ഇടയായിട്ട് തീർന്നത്. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധനും നീതിമാനുമായവനെയാണ് അവർ ക്രൂശിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത്. ദൈവമായിരിക്കുന്നവനെയാണ് ക്രൂശിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത്. നാം ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിട്ട് തീർന്നു എന്ന് ആരെക്കുറിച്ച് പറയുന്നുവോ അവിടുന്നാണ് ഈ നിലയിൽ ഈ ജനത്താൽ തള്ളിപ്പറയപ്പെടുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ മണ്ണിലേക്ക് വന്നപ്പോൾ അവിടുത്തെ യഹൂദ പരീക്ഷകൾ ക്രൂശിപ്പാൻ ഇടയായിട്ട് തീർന്നു. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന മുടന്തന് ഈ യേശുവിന്റെ നാമമായിരുന്നു സൗഖ്യത്തിന് കാരണമായിട്ട് തീർന്നത്. എന്നാൽ ഈ ജനം അവിടുത്തെ തള്ളിപ്പറഞ്ഞതുകൊണ്ട്, ഈ ജനം അവിടുത്തെ ക്രൂശിച്ചതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ വരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അവിടുത്തെ അടിപ്പിടരുകളാൽ നമുക്ക് ഓരോരുത്തർക്കും സൗഖ്യം ലഭിക്കാൻ ഇടയായിട്ട് തീർന്നു. പാപത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച് മലിനസമായിരുന്ന നമ്മുടെ ജീവിതത്തെ എന്നേക്കും മാറ്റി പരിശുദ്ധനും നീതിമാനുമായവൻ, നീതികെട്ടവരായ നമുക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിപ്പാൻ ഇടയായിട്ട് തീർന്നതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമുക്കേവർക്കും ശുദ്ധീകരണം ലഭിക്കപ്പെട്ടവരായി, നമുക്കേവർക്കും തുള്ളിയും സന്തോഷിച്ചും കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പ്രഭാതത്തിൽ മുഖാന്തരമായിട്ട് തീർന്നു. നമ്മെ ഇത്രയധികം സ്നേഹിച്ച നമ്മുടെ കർത്താവിന് സകല മഹത്വം അർപ്പിക്കാം. നമ്മുടെ കർത്താവിലൂടെ പിതാവായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അവിടുത്തെ വിലയേറിയ നാമം മഹിമപ്പെടുമാറാകട്ടെ. വണങ്ങുന്നു ഞാൻ ദേവാ ഭയഭക്തിയിൽ, വാനവർ വാഴ്ത്തും ആരാധ്യനേ. വണങ്ങുന്നു ഞാൻ ദേവാ ഭയഭക്തിയിൽ, വാനവർ വാഴ്ത്തും ആരാധ്യനേ. വിശുദ്ധമാം രക്തം നീ ചൊരിഞ്ഞു, വീണ്ടെടുത്തല്ലോ ഈ സാധുവെന്നെ. വിശുദ്ധമാം രക്തം നീ ചൊരിഞ്ഞു, വീണ്ടെടുത്തല്ലോ ഈ സാധുവെന്നെ. വീഴുന്നു ഞാൻ നാഥ നന്ദിയോടെ, വിശുദ്ധമാം നിൻ തിരുസന്നിധിയിൽ. വല്ലഭനാം നീ വഴി നടത്തി, വിശ്വസ്തനായെന്നും കാത്തതിനാൽ. വല്ലഭനാം നീ വഴി നടത്തി, വിശ്വസ്തനാ